ഹരി ഓം. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും രാമായണം ഞാൻ വായിക്കുന്നത് കേൾക്കണം, കാണണം, അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണം. ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് രാമായണ പാരായണം ആരംഭിക്കുകയാണ്. ഇന്ന് കർക്കിടകം 10 ഇന്ന് 10ാമത്തെ ദിവസത്തെ പാരായണം ആരംഭിക്കുകയാണ്. ഹരി ഓം. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഗജാനനം ഭൂതഗണാതിസേവിതം കവിദ്ധജംഭുവലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരകം നമാമി വിഘ്നേശ്വരപാദപങ്കജം. ഓം ശ്രീ വിഘ്നേശ്വരായ നമഃ. ഓം ഗം ഗണപതേ നമഃ. ഓം സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരീ നാരായണി നമോസ്തുതേ. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണീതാരം പ്രണതോസ്മി സദാശിവം. ഓം നമഃ ശിവായ. ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഹൃദ്ധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. ധ്യായേതാജാനുബാഹും ധൃതശരധനുഷം ബദ്ധപദ്മാസനസ്ഥം പീതം വാസോവസാനാം നവകമലദളസ്പർദ്ധിനേത്രം പ്രസന്നം വാമാങ്കാരൂഢ സീതാമുഖകമലവിളല്ലോചനം നീരദാഭം നാനാലങ്കാരദീപ്തം ദധതുമുരുചടാമണ്ഡലം രാമചന്ദ്രം. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ചിത്തേ നിനക്കിത് തോന്നിയത് അത്ഭുതമുത്തമന്മാരിൽ അത്യുത്തമനല്ലയോ നീ. സാധുക്കളെ വമ്പു കഴിത്തുന്ന നേരം ആദിത്യദേവൻ ഉദിച്ചു. ഭരതനും ശത്രുഘ്നനോടുകൂടെ പുറപ്പെട്ടിതു. തത്ര സുമന്ത്ര നിയോഗേന സൈന്യവും സത്വരം രാമനെ കാണാൻ നടന്നിത്തു. ചിതേ നിറഞ്ഞു വഴിഞ്ഞ മോദത്തോടും രാജതാരങ്ങൾ കൗസല്യാദികൾ തഥാ രാജീവനേത്രനെ കാണാൻ നടന്നിതു. താപസശ്രേഷ്ഠൻ വസിഷ്ഠനും പത്നിയും താപസവൃന്ദേന സാഗം പുറപ്പെട്ടു. ഭൂമി കിളർന്നു പൊങ്ങിയിടും പൊടികളും യോമനീ ചെന്നു പരന്നു ചമഞ്ഞിതു. രാഘവാലോകനാനന്ദ വിവസനം ലോകരറിഞ്ഞില്ല മാർഗഖേദങ്ങളും ശൃംഗിവേരാഖ്യപുരം ഗമിച്ചിട്ടുടൻ ഗംഗായാതടേ ചെന്നിരുന്നു പെരുമ്പട.
പുത്രിസുതൻ പടയോടും ഇങ്ങാഗതനായതു കേട്ടു ഗുഹൻ തഥാ ശങ്കിതമാനസനായി വന്നു തന്നുടെ കിങ്കരന്മാരോട് ചൊന്നാനതു നേരം ബാണചാപാതി ശസ്ത്രങ്ങളും കൈക്കൊണ്ടു തോണികളൊക്കെ ബന്ധിച്ചു സന്നദ്ധരായ നിൽപ്പിനെല്ലാവരും ഞാനങ്ങ് ചെന്ന് കണ്ടിപ്പോൾ വരുന്നതുമുണ്ട് വൈകിടാതെ അന്തികേ ചെന്ന് വന്ദിച്ചാൽ എന്നുടെ അന്തർഗതം അറിഞ്ഞിടുന്നതുണ്ടല്ലോ. രാഘവനോട് വിരോധത്തിനെങ്കിലോ പോകരുതാരും ഇവരിനീ നിർണയം ശുദ്ധരെന്നാകിൽ കടത്തുകയും വേണം. പദ്ധതിക്കേതും വിഷാദവും കൂടാതെ യുദ്ധം വിചാരിച്ചുറച്ചു ഗുഹൻ ചെന്ന് സത്വരം കാൽക്കൽ നമസ്കരിച്ചിടിനാൻ. നാനാവിധോ വായനങ്ങളും കാഴ്ചവെച്ചാനന്ദപൂർവം തൊഴുതു നിന്നീടിനാൻ. ചീരാംബരം ഘനശ്യാമം ജടാധരം ശ്രീരാമമന്ത്രം ജപന്തമനാരദം ധീരം കുമാരം കുമാരോപമം മഹാവീരം രഘുവരസോദരം സാനുജം ആമാല സമാന ശരീരം മനോഹരം കാരുണ്യസാഗരം. കണ്ടു ഗുഹൻ തഥാ ഭൂമിയിൽ വീണു ഗുഹോഹമിത്യുക്ത പ്രണാമവും ചെയ്തു ഭരതനു വന്നേരം. ഉദ്ധവ്യാഗാഢമാലിംഗം രഘുനാഥ ഭക്തം വൈസ്യമാനാമയവാക്യവും മുക്ത്വാ ഗുഹനോട് പിന്നെയും ചൊല്ലിനാൻ. ഉത്തമ പുരുഷോത്തം സരത്നം ഭവാനാലിംഗനം ചെയ്തുവല്ലോ ഭവാനി. ലോകാലംബനഭൂതനാകിയ രാഘവൻ ലക്ഷ്മി ഭഗവതീ ദേവിക്കൊഴിഞ്ഞു സിദ്ധിക്കുമോ മറ്റൊരുവർക്കോ അതോർക്ക നീ. ധന്യനാകുന്നതു നീ ഭുവനത്തിങ്കലിന്നതിനില്ലോരു സംശയം മത്സകി. സോദരനോടും ജനകാത്മജയോടും ഏതൊരിടത്ത് നിന്നൻപോട് കണ്ടിതു രാമനേ നീ. അവനെന്തു പറഞ്ഞതും നീ മുതാരാമനോടെന്തോന്ന് ചൊന്നതും യാതൊരിടത്തുറങ്ങി രഘുനായകൻ സീതയോടും കൂടി നീ അവിടം മുത കാട്ടിത്തരികെന്നു കേട്ടു ഗുഹൻ തഥാ വാട്ടമില്ലാത്തൊരു സന്തോഷ ചേതസായ ഭക്തൻ ഭരതനുത്യുത്തമനെന്നു തൻ ചിത്തേ നിരൂപിച്ചുടൻ നടന്നീടിനാൻ. രാഘവൻ സീതയ തത്ര ഗത്വാ ഗുഹൻ സത്വരം ചൊല്ലിനാൻ. കണ്ടാലുമെങ്കിൽ കുശാസ്ത്രിതം സീതയാ കൊണ്ടൽ വർണ്ണൻ തൻ മഹാശയനസ്ഥലം കണ്ടു ഭരതനും മുക്തപാഷ്പോദകം തുണ്ട വിറച്ചു സഗദ്ഗതം ചൊല്ലിനാൻ. ഹായ സുകുമാരി മനോഹരി ജാനകി പ്രാസാദമൂർധനീ സുവർണതൽപസ്ഥലേ കോമളസിഗ്ധധവളാംബരാസ്തൃതേ രാമേണ ചേതേ കുശമയവിഷ്ടരേ നിഷ്ഠുരേ ഖേദേന സീതാമതീയാഗ്രജന്മനാ. മദോഷകാരണാലെന്ന് ചിന്തിച്ചും ഇദ്ദേഹമാശു പരിത്യജിച്ചിടുവൻ. കിൽബിഷകാരിണിയായ കൈകേയി തൻ ഗർഭത്തിൽ നിന്ന് ജനിച്ചോരു കാരണം ദുഷ്കൃതിയായ അതിഭാവിയാമെന്നെയും ധിക്കരിച്ചിടിനേൻ പിന്നെയും പിന്നെയും. ജന്മസാഫല്യവും വന്നിതനുജനു നിർമ്മലമാനസൻ ഭാഗ്യവാനെത്രയും അഗ്രജൻ തന്നെ പരിചരിച്ചെപ്പോഴും വ്യഗ്രം വനത്തിനു പോയതവനല്ലോ. ശ്രീരാമദാസ സദാസന്മാർക്കു ദാസനായ രൂഢഭക്തി പുണ്ടേഷ ഞാനും സദാ നിത്യം സേവിച്ചു കൊള്ളുവനെന്നാൽ വരും മർത്യജന്മത്തിൽ ഫലമെന്നു നിർണയം.
ചൊല്ലു നീ എന്നോടിവിടെ വസതി കൗസല്യ തനേനവിടേക്ക് വൈകാതെ ചെന്ന് ഞാനിങ്ങ് കൂട്ടിക്കൊണ്ടുപോരും. അവൻ ഇന്നത് കേട്ട് ഗുഹനുമുര ചെയ്താൻ. മംഗലദേവതാവല്ലഭൻ തങ്കൽ എന്നിങ്ങനെയുള്ള ഒരു ഭക്തിയുണ്ടാകിയാൽ പുണ്യവാന്മാരിൽ വെച്ച ഗ്രീസരൻ ഭവാൻ. നിർണയമെങ്കിലോ കേൾക്ക മഹാമതേ, ഗംഗാ നദി കടന്നാലടുത്ത് എത്രയും മംഗലമായുള്ള ചിത്രകൂടാചലം തന്നികടെ വസിക്കുന്നു സീതയാ തന്നുടെ സോദരനോടും യഥാസുഖം. യുദ്ധം ഗുഹോക്തികൾ ഭരതനും തത്ര ഗച്ഛാമഹേ ശീഘ്രം പ്രിയസഖേ തർത്തുമമർത്തടിനീ സുത്വരം കർത്തുമുദ്യോഗം സമർത്ഥോ ഭവാദ്യനീ ശ്രുതാ ഭരതവാക്യം ഗുഹൻ സാദരം ഗത്വാ വിഭുത നദിയെ കടത്തുവാൻ വൃദ്ധജനത്തോടുകൂടെ സുസംഭ്രമം വിസ്താരയുക്തം മഹാക്ഷേമനീയുതം അഞ്ജസാകുലദേശം നിറച്ചിടിനാൻ 500 കോടി വരുത്തി നിരത്തിനാൻ. ഊറ്റമായൊരു തുഴയമെടുത്തതിലേറ്റം വലിയൊരു തോണിയിൽ താൻ മുതാ ശത്രുഘ്നെയും ഭരതനെയും മുനിസത്തമനായ വസിഷ്ഠനെയും തഥാ രാമമാതാവായ കൗസല്യ തന്നെയും വാമശീലാംഗിയാം കൈകേകി തന്നെയും പ്രതീശഭക്തിമാർ മറ്റുള്ളവരെയും ഭക്ത്യാ തൊഴുതു കരേറ്റി മന്ദം തുഴഞ്ഞ സ്തവയിത്വാ കടത്തിടിനാനാദരാലും പർതടിനിയേ കുമ്പിട്ടനാകുലം മുമ്പേ കടന്നിതുവും പടയും തഥ ശീഘ്രം ഭരദ്വാജതാപസേന്ദ്രാശ്രമം വ്യാഘ്രഗോവിന്ദപൂർണം വിരോധം വിന സംപ്രാപ്യ സംപ്രീതനായ ഭരതനും വൻപടയൊക്കെ ദൂരെ നിർത്തിയിടിനാൻ. താനും അനുജനുമായുടജാങ്കിണി സാനന്ദമാവിശ്യ നിന്നോരനന്തരം ഉജ്ജലന്തം മഹാതേജസാതാപസം വിശ്വരാത്മാനമാസീനം വിധിവസമം ദൃഷ്ട്വാ നനാമ സാഷ്ടാംഗം സസോദരം പുഷ്ടഭക്ത്യാ ഭരദ്വാജമുനീശ്വരം ജ്ഞാത്വാ ദശരഥനന്ദനം ബാലകം പ്രീതൈവ പൂജയാമാസ മുനീന്ദ്രനും ഹൃഷ്ടവാച കുശലപ്രശ്നവും ചെയ്തു ദൃഷ്ടാദത ജഡാവൽക്കലാധാരിണം തുഷ്ടി കലർന്നരുൾ ചെയ്തിതാനെന്തുടു കഷ്ടികോപുവന്നമല്ലൊട്ടുമേ രാജ്യവും പാലിച്ചു നാനാജനങ്ങളാൽ പൂജ്യനായ ഒരു നീ എന്തിനായി ഇങ്ങനെ വൽക്കലവും ജടയും പൂണ്ട് താപസമൊക്കെ വേഷത്തെ പരിഗ്രഹിച്ചിടുവാൻ എന്തോരു കാരണം വൻപടയോടും ആഹന്ത വനാന്തരെ വന്നതും ചൊല്ലു നീ. ശ്രുത്വാ ഭരദ്വാജവാക്യം ഭരതന് വിദ്ധം മുനിവരൻ തന്നോട് ചൊല്ലിനാൻ. നിന്തിരുവുള്ളത്തിലേറാതെ ലോകത്തിലെന്തോരു വൃത്താന്തമുള്ളു മഹാമുനി. എങ്കിലും വാസ്തവം ഞാൻ ഉണർത്തിപ്പനി സങ്കടം പോവാൻ അനുഗ്രഹിക്കണമേ. രാമാഭിഷേക വിഘ്നത്തിനു കാരണം രാമപാദാബ്ജങ്ങളാണ് തപോ നിധേ. ഞാനേതുമേ ഒന്നറിഞ്ഞീല രാഘവൻ കാനനത്തിനെഴുന്നള്ളുവാൻ മൂലവും കേകയപുത്രിയാമമ്മതൻ വാക്കായ കാകോളവേഗമേ മൂലമതിനുള്ളു. ഇപ്പോൾ ശുദ്ധനോ ഞാനതിന്നിപ്പാദപത്മം പ്രമാണം ദയാനിധേ. ശ്രീരാമചന്ദ്രനു ഹൃദയനായ തൽപാദവാരിജിയുഗ്മം ഭജിക്കന്യേ മമ. മറ്റുള്ള ഭോഗങ്ങളാൽ എന്തോരു ഫലം മുറ്റുമതൊന്നാനൊഴിഞ്ഞില്ലോരാകാംക്ഷിതം.
ശ്രീരാഘവൻ ചരണാന്തികെ വീണ് സംഭാരങ്ങളെല്ലാം അവിടെ സമർപ്പിച്ചു. പൗരവശിഷ്ടാദികളോടുകൂടവേ ശ്രീരാമചന്ദ്രൻ അഭിഷേകവും ചെയ്ത് രാജ്യത്തിനാശ കൂട്ടിക്കൊണ്ടുപോയിട്ടു പൂജ്യനാം ജ്യേഷ്ഠനെ സേവിച്ചു കൊള്ളുവൻ. ഇങ്ങനെ കേട്ടു ഭരതവാക്യം മുനിമംഗലാത്മാനമേരം പുണർന്നീടിനാൻ. ചുംബിച്ചു മൂർധനി സന്തോഷിച്ചരുളിനാൻ. കിം ബഹുനാ വത്സവൃത്താന്തമൊക്കെ ഞാൻ ദൃശ്യ കണ്ടറിഞ്ഞിരിക്കുന്ന ഏതു മനസ്സേ ശോകമുണ്ടാകുലാകേൾക്ക നീ. ലക്ഷ്മണനേക്കാൾ നിനക്കേറുമേ ഭക്തി ലക്ഷ്മീപതിയായ രാമങ്കൽ നിർണയം. ഇന്നിനീ സൽക്കരിച്ചിടുവൻ നിന്നെ ഞാൻ വൻപടയോടുമില്ലോരു സംശയം. ഊണും കഴിഞ്ഞുറങ്ങി പുലർകാലേ വേണം രഘുനാഥനെ ചെന്നു കുപ്പുവാൻ. എല്ലാം അരുൾ ചെയ്ത വണ്ണം എനിക്കതിനില്ലോരു വൈമുഖ്യമെന്നു ഭരതനും കാൽ കഴുകി സമാച്ച മുനീന്ദ്രനുമേകാഗ്രമാനസനായ ദീവിദ്രുതം ഹോമഗേഹസ്ഥനായി ധ്യാനവും ചെയ്തിതു. കാമസുരഭിയേ ദക്ഷിണീകാനനം ദേവേന്ദ്രലോക സമാനമായി വന്നിതു. ദേവകളായി ചമഞ്ഞുതരുക്കളും ദേവവനിതമാരായി ലതകളും ഭാവനാ വൈഭവം എത്രയും അത്ഭുതം. ഭക്തഭക്ഷ്യാദിവേയങ്ങൾ ഭോജ്യങ്ങളും ഭുക്തിപ്രസാധനം മറ്റും ബഹുവിധം. ഭോജനശാലകൾ സേനാഗ്രഹങ്ങളും രാജഗേഹങ്ങളും എത്ര മനോഹരം. സ്വർണരത്നപ്രാത നിർമ്മിതമൊക്കവേ വർണ്ണിപ്പതിന് പണിയുണ്ടനന്ദനും. കർമ്മണാ ശാസ്ത്രദൃഷ്ടേന വസിഷ്ഠനെ സമ്മോദമോട് പൂജിച്ചു മുമ്പിനാൽ. പശ്ചാത് സൈന്യം ഭരതം സസോദരം ഇച്ഛാനുരൂപേണ പൂജിച്ചനന്തരം തത്ര ഭരദ്വാജ മന്ദിരേ സുപ്തരായ രമരാവതി സന്നിവേ ഉദ്ധാനവും ചെയ്തു നിയമങ്ങൾ കൃത്വാ ഭരദ്വാജപാദങ്ങൾ കൂപ്പിനാർ. താപസൻ തന്നോടനജ്ഞയും കൈക്കൊണ്ടു ഭൂപതി നന്ദനന്മാരും പുറപ്പെട്ട് ചിത്രകൂടാചലം പ്രാപ്യ മഹാബലം. തത്ര പാർപ്പിച്ചു ദൂരേ കിഞ്ചിതന്തികെ മിത്രമായോരൂഹനും സുമന്ത്രനും ശത്രുഘ്നനും താനുമായി ഭരതനും ശ്രീരാമ സന്ദർശനാകാംക്ഷയാ മന്ദമാരാഞ്ഞു നാനാദബോധനമണ്ഡലേ. കാണാഞ്ഞോരോരോ മുനിവരന്മാരോട് താണു തൊഴുതു ചോദിച്ചു മത്യാദരം. കുദ്രവാഴുന്ന രഘുത്തമനത്ര സൗമിത്രിയോടും മഹീപുത്രിയോടും മുതാ ഉത്തമനായ ഭരതകുമാരനോടുത്തരം താപസന്മാരരുൾ ചെയ്തു. ഉത്തരതീരേ സുരസരിതസ്ഥലേ ചിത്രകൂടാദ്രിതൻ പാർശ്വേ മഹാശ്രമേ ഉത്തമപൂരുഷൻ വാഴുന്നിതെന്ന് കേട്ടത്രയും കൗതുകത്തോടെ ഭരതനും തത്രൈവ ചെന്ന നേരത്തു കാണായി വന്നിത് അത്യത്ഭുതമായ രാമചന്ദ്രാശ്രമം. പുഷ്പഫലദലപൂർണവല്ലീതരുഷഷ്പരമണീയ ഗാനനമണ്ഡലേ ആക്രമദളീവളവരസങ്ങളാം വാദകാർജൂനനാഗപുന്നാഗങ്ങൾ കേരഭൂഗങ്ങളും കോവിതാരങ്ങളും ഏരജന്യരണ്ട ചമ്പകാശോകതാലങ്ങളും മാലതീ ജാതി പ്രമുഖ ലതാവലീശാലികളായ തമാലതാലങ്ങളും ഭൃംഗാദിനാനാവിഹംഗനാദങ്ങളും തുംഗമതംഗ ഭുജംഗ പ്ലവകുരംഗാദിനാനാ മൃഗപ്രാതലീലയും
ഭംഗ്യാ സമാലോക്യ ദൂരേ ഭരതനോൻ വൃക്ഷാഗ്രസം ലഗ്നവൽക്കലാലങ്കൃതം പുഷ്കരാക്ഷാശ്രമം ഭക്ത്യാ വണങ്ങിനാൻ. ഭാഗ്യവാനായ ഭരതനതു നേരം മാർഗരജസീ വതിഞ്ഞു കാണായി വന്നു. സീതാ രഘുനാഥപാദാരവിന്ദങ്ങൾ നൂതനമായ ദിശോഭനം പാവനം അങ്കുശാബ്ജധ്വജ വജ്രമത്സ്യാദി കൊണ്ടങ്കിതം മംഗലമാനന്ദമഗ്നനായി വീണുരുണ്ടും പണിഞ്ഞും കരഞ്ഞും രേണുതന്മൗലിയിൽ കോരിയിട്ടിടിനാൻ. ധന്യോഹമിന്നഹോ ധന്യോഹമിന്നോന്നം മയകൃതം പുണ്യപൂരം വരം. ശ്രീരാമപാദപത്മാഞ്ചിതം ഭൂതലമാരാലെനിക്കു കാൺമാൻ അവകാശവും വന്നിതല്ലോ. മുഹൂരിപാദവാംസുക്കളന്വേഷണം ചെയ്തുഴലുന്നിതേറ്റവും വേദാവുമീശനും ദേവകദംബവും വേദങ്ങളും നാരദാദിമുനികളും ഇതമോദത്ഭുത പ്രേമരസാപ്ലുതചിത്തനായ ആനന്ദ ബാഷ്പാകുലാക്ഷനായി മന്ദമന്ദം പരമാശ്രമസന്നിധോ ചെന്നു നിന്ന നേരത്തു കാണായിതു സുന്ദരം രാമചന്ദ്രം പരമാനന്ദമന്ദിരമിന്ദ്രാദി വൃന്ദാരക വൃന്ദമന്ദിതമിന്ദിരാമന്ദിരോരസ്ഥലം ഇന്ദ്രാവരജമിന്ദീവരാലോചനം ദുർവാദളനീഭശ്യാമളം കോമളം പൂർവജം നീലനളിനദളേക്ഷണം രാമം ജടാമകുടം വിൽക്കപാൽക്കലാംബരം സോമബിംബാപപ്രസന്നവക്ത്രം വക്രാംബുജം ഉദ്യതരുണാരുണായുധശോഭിതം വിദ്യുത്സമാംഗിയാം ജാനകിയായൊരു വിദ്യയുമായി വിനോദിച്ചിരിക്കുന്നു. ഒരു വിദ്യോദമാനസമാത്മാനം അവ്യാകുലം വക്ഷസീ ശ്രീവത്സലക്ഷണമപീയം ലക്ഷ്മീ നിവാസം ജഗന്മയമച്യുതം ലക്ഷ്മണസേവിത പാദഭംഗേരുഹം ലക്ഷ്മണലക്ഷ്യസ്വരൂപം പുരാതനം ദക്ഷാരിസേവിതം പക്ഷീന്ദ്രവാഹനം രക്ഷോ വിനാശനം രക്ഷാവിചക്ഷണം ചക്ഷുശ്രവണ പ്രവരവല്യംഗകം കുക്ഷിസ്ഥിതാനേക പത്മജാണ്ഡംബരം കാരുണ്യപൂർണം ദശരഥനന്ദനാരണ്യവാസരസികം മനോഹരം ദുഃഖവും പ്രീതിയും ഭക്തിയും ഉൾക്കൊണ്ടു തൃക്കാൽക്കൽ വീണു നമസ്കരിച്ചിടിനാൻ. രാമനവനെയും ശത്രുഘ്നെയും ആമോദാലെടുത്തു നിവർത്തിച്ച സംഭ്രമം ദീർഘബാഹുക്കളാൽ ആലിംഗനം ചെയ്തു ദീർഘനിശ്വാസവും അന്യോന്യം ഉൾക്കൊണ്ടു ദീർഘനേത്രങ്ങളിൽ നിന്ന് ബാഷ്പോദകം ദീർഘകാലം വാർത്തു സോദരന്മാരെയും ഉത്സംഗസീമിനി ചേർത്തു പുനരവിവത്സങ്ങളും ഉണച്ചാനന്ദപൂർവകം സൽസംഗമേറെയുള്ള ഒരു സൗമിത്രിയും തൽസമയേ ഭരതാംഗികൾ കൂപ്പിനാൻ. ശത്രുഘ്നനും അതിഭക്തി കലർന്ന് സൗമിത്രിതൻ പാദാംബുജങ്ങൾ കൂപ്പിയിടിനാൻ. ഉഗ്രദൃക്ഷാർദ്ധജന്മാരായ പശുകുലഗ്രേ ജലാശയം കണ്ടപോലീതതാ വേഗേന സന്നിധോ ചെന്നാശു കണ്ടിതു രാഘവൻ തൻ തിരുമേനി മാതാക്കളും രോദനം ചെയ്യുന്ന മാതാവിനെ കണ്ടു പാദങ്ങളിൽ നമിച്ചാൻ രഘുനാഥനും. എത്രയും ആർത്തി കൈക്കൊണ്ട് കൗസല്യം
പുത്രനുപാഷ്പധാരാഭിഷേകം ചെയ്തു ശിഷ്യ ശിരസി മുകർന്നുടനുടമോദം മുലയും ചുരന്നു. തഥാ അന്യരായുള്ള ഒരു മാതൃജനത്തെയും പിന്നെ നമസ്കരിച്ചിടിനാനാദരാൽ ലക്ഷ്മണൻ താനും വണ്ണം മടങ്ങിനാൻ. ലക്ഷ്മീ സമയായ ജാനകീ ദേവിയും ഗാഠമാശ്ലേഷ്യ കൗസല്യാദികൾ സമാരൂഢഖേദം തുടച്ചിടിനാർ കണ്ണുനീർ. തത്ര സമാഗമം ദൃഷ്ട്വാ ഗുരുവരം ഭക്താവശിഷ്ടം സാഷ്ടാംഗമമ്മാറുടൻ സത്വാരഘോത്തമനാശ ചൊല്ലിയിടിനാൻ. എത്രയും ഭാഗ്യവാൻ ഞാനെന്നു നിർണയം. താതന് സൗഖ്യമല്ലീ നിജമാനസേ ഖേദമുണ്ടോ പുനരെന്നെ പിരികയാൽ. എന്തോന്ന് ചൊന്നതെന്നോട് ചൊല്ലിയിടുവാൻ എന്തു സൗമിത്രിയെ കൊണ്ട് പറഞ്ഞതും. രാമവാക്യം കേട്ടു ചൊന്നാൻ വസിഷ്ഠനും ധീമതാം ശ്രേഷ്ഠ തതോദന്തമാശുകൾ നിന്നെ പിരിഞ്ഞു തന്നെ നിരൂപിച്ചു മന്നവൻ പിന്നെയും പിന്നെയും ദുഃഖിച്ചു. രാമേതി സീതേതി കുമാരേതി രാമേതി ലക്ഷ്മണേതി പ്രലാപം ചെയ്തു ദേവലോകം ചെന്ന് ബുക്കാനറിയ നീ. ദേവഭോഗേന സുഖിച്ചു സന്തുഷ്ടനായി കർണശൂലാഭം ഗുരുവചനം സമാകർണ്യ രഘുവരൻ വീണിതു ഭൂമിയിൽ. തൽക്ഷണമുച്ചൈർ വിലപിച്ചതേറ്റവും ലക്ഷ്മണനോടു. ജനനീ ജനങ്ങളും ദുഃഖമാലോക്യ മറ്റുള്ള ജനങ്ങളുമൊക്കെ വാവിട്ടു കരഞ്ഞു തുടങ്ങിനാർ. ഹാദാദാമാം പരിത്യജ്യ വിധിവശാലിതൂർ ദിക്കിനു പോയതയ്യോ ഭവാൻ. വനാഥോസ്മി മാമിനീ സ്നേഹലാളിപ്പതാരനുവാസരം. ദേഹമിനി ചീടുന്നതുണ്ട് ഞാൻ, മോഹമെനിക്കില്ല ജീവിക്കയിൽ. സീതയും സൗമിത്രിതാനുവണ്ണമീരോദനം ചെയ്തു വീണീടിനാൻ ഭൂതലേ. തദ്ദശായാം വസിഷ്ഠോക്തികൾ കേട്ടവർ ഉൾത്താവമൊട്ട് ചുരുക്കി മരുവിനാർ. മന്ദാകിനിയിലിറങ്ങി കുളിച്ചവർ മന്ദേതരമുദക്രിയയും ചെയ്താർ. പിണ്ഡം നിർമ്മതാം കൊണ്ടുവച്ചിത് യാതൊരെണ്ണം താൻ ഭുജിക്കുന്നതും അത് സാധനം നൽകുക പിതൃക്കൾക്കുമെന്നല്ലോ വേദസ്മൃതികൾ വിധിച്ചതെന്നോ. തതിഖേദേന പിണ്ടദാനാന്തരം തഥാ സ്നാനം കഴിച്ചു പുണ്യാഹവും ചെയ്തത. സ്നാനതന്തരം പ്രാപിച്ചിതാശ്രമം അന്നുപവാസവും ചെയ്തിതെല്ലാവരും വന്നുദിച്ചിടിനാൻ ആദിത്യദേവനും. മന്ദാകിനിയിൽ വിളിച്ചോത്ത് സന്ധിയും വന്ദിച്ചു പോന്ന ആശ്രമേ വസിച്ചിടിനാൻ. അന്നേരമാശഭരതം രാമനെ ചെന്ന് തൊഴുതു പറഞ്ഞു തുടങ്ങിനാൻ. രാമ രാമ പ്രഭോ രാമ മഹാഭാഗ മാമകവാക്യം ചെവിതന്നു കേൾക്കണം. ഉണ്ടടിയൻ അഭിഷേക സംഭാരങ്ങൾ കൊണ്ടുവന്നിട്ടതുകൊണ്ടിനി വൈകാതെ ചെയ്യുക വേണം അഭിഷേകവും പാലനം ചെയ്യുക രാജ്യം തവ പൈത്രം യഥോചിതം. ജ്യേഷ്ഠനല്ലോ ഭവൻ ക്ഷത്രിയാണാമതിശ്രേഷ്ഠമാം ധർമ്മം. പ്രജാപരിപാലനം അശ്വമേധാദിയും ചെയ്തു കീർത്തിയാചിരം വിശ്വമെല്ലാം പരത്തിക്കുലന്തവി. പുത്രരെയും ജനിപ്പിച്ച് രാജ്യം നിജപുത്രങ്കലാക്കി വനത്തിനു പോകണം. ഇപ്പോൾ അനുചിതമത്രേ വനവാസം അത്ഭുത വിക്രമാനാഥ പ്രസീതമേ. മാതാവ് തന്നുടെ ദുഷ്കൃതം താപക ചേതസീ ചിന്തിക്കരുതു ദയാനിധേ.
പ്രാതാവ് തന്നോട് പാദാംബുജം ശിരസ്യാദായ ഭക്തി പൂണ്ടിത്തമുര ചെയ്തു. ദണ്ഡ നമസ്കാരവും ചെയ്തു നിന്നിതു. പണ്ഡിതനായ ഭരതകുമാരനും ഉദ്ധ്യാപ്യ രാഘവനുത്സംഗമാരോപ്യ ചിത്തമോദീനമുണർന്നു ചൊല്ലിയിടിനാൻ മധ്വാക്യമത്ര കേട്ടാലും കുമാരാനി യത്വയോക്തം മയാ തത്തൈവ ശ്രുതം താതനെന്നെ 14 സംവത്സരം പ്രീതനായ കാനനം വാഴെന്ന് ചൊല്ലിനാൻ. പ്രീതാ നിനക്കു രാജ്യം മാതൃസമ്മതം ദത്തമായി പുനരെന്നെയും കാരണം ചേതസാവാർക്കൽ നമുക്കിരുവർക്കും ഇത്താത നിയോഗമനുഷ്ഠിക്കുകയും വേണം. യാതൊരുത്തൻ പിതൃവാക്യത്തെ ലംഘിച്ചു നീതിഹീനം വസിക്കുന്നിതോ ഭൂതലെ. ജീവൻ മൃതനവൻ പിന്നെ നരകത്തിൽ മേവും മരിച്ചാലുമില്ലോരു സംശയം. ആകയാൽ നീ പരിപാലിക്ക രാജ്യവും പോക ഞാൻ ദണ്ഡകം തന്നിൽ വാണിടുവൻ. രാമവാക്യം കേട്ട് ചൊന്നാൻ ഭരതനും കാമുകനായ ദാതൻ മൂഢമാനസൻ ശ്രീജിതൻ ഭ്രാന്തനുന്മത്തൻ വയോധികൻ രാജഭാവം കൊണ്ട് രാജസമാനസൻ ചൊന്ന വാക്യം ഗ്രാഹ്യമല്ല മഹാമതേ. മന്നവനായി ഭവാൻ വാഴുക മടിയാതെ എന്നു ഭരതവാക്യം കേട്ടു രാഘവൻ പിന്നെയും മന്ദസ്മിതം ചെയ്തു ചൊല്ലിനാൻ. ഭൂമി ഭർത്താവിതാനാരീചതനല്ല കാമിയുമല്ല മൂഢാത്മാവുമല്ല കേ താതന സത്യമായം കൊണ്ടു ചെയ്തതിനേതുമേ ദോഷം പറയരുതോർക്ക നീ. സാധുജനങ്ങൾ നരകത്തിലും അതിഭീതി പൂണ്ടിയിടുമ സത്യത്തിൽ മാനസേ. എങ്കിൽ ഞാൻ വാഴ്വൻ വനിയെ നിന്തിരുവടി സങ്കടമെന്നേ രാജ്യവും വാഴുക. സോദരൻ യുദ്ധം പറഞ്ഞത് കേട്ടത് സാദരം രാഘവൻ പിന്നെയും ചൊല്ലിനാൻ. രാജ്യം നിനക്കും എനിക്കും വിപിനവും പൂജ്യനാം ദാതൻ വിധിച്ചതു മുന്നമേ വേദ്യമായി അനുഷ്ഠിച്ചാൽ നമുക്കത് സത്യവിരോധം വരുമെന്ന് നിർണയം. എങ്കിൽ ഞാനും നിന്തിരുവടി പിന്നാലെ കിങ്കരനായ സുമിത്രാത്മജനെ പോലെ പോരുവൻ. കാനനത്തിനരുതെങ്കിൽ ചേരുവൻ ചെന്ന് പരലോകമാശു ഞാൻ. നിത്യോപവാസേന ദേഹം ഉപേക്ഷിപ്പ നിത്യേന ആത്മനി നിശ്ചയിച്ചന്തികേ ദർഭ വിരിച്ചു കിഴക്കു തിരിഞ്ഞു നിന്നപ്പോൾ വെയിലത്ത് പുക്കു ഭരതനും. നിർബന്ധ ബുദ്ധി കണ്ടപ്പോൾ രഘുവരൻ തൽബോധനാർത്ഥം നയനാനന്ദ സംജയാ ചൊന്നാൻ ഗുരുവിനോടപ്പോൾ വസിഷ്ഠനും ചെന്നു കൈകേകി സുതനോട് ചൊല്ലിനാൻ. മൂഢനായിടലാ കേൾക്ക നീയെങ്കിലോ ഗൂഢമായ ഒരു വൃത്താന്തം നൃപാത്മജ. രാമനാകുന്നതു നാരായണൻ പരൻ താമരസോത്ഭവനർദ്ധിക്ക കാരണം. ഭൂമിയിൽ സൂര്യകുലത്തിൽ അയോധ്യയിൽ ഭൂമി പാലാത്മജനായി പിറന്നിതു. രാവണനെ കൊന്നു ധർമ്മത്തെ രക്ഷിച്ചു ദേവകളെ പരിപാലിച്ചു കൊള്ളുവാൻ യോഗമായ ദേവിയായതു ജാനകി. ഭോഗിപ്രവരനാകുന്നതു ലക്ഷ്മണൻ. ലോകമാതാവും പിതാവും ജനകരാഘവന്മാരെന്നറിക വഴി പോലെ രാവണനെ കൊൽവതിനു വനത്തിനു ദേവകാര്യാർത്ഥം പുറപ്പെട്ടു രാഘവൻ. മന്ധരാവാക്യവും കൈകേകി ചിത്ത നിർബന്ധവും ദേവകൃതമെന്നറിക നീ. ശ്രീരാമദേവ നിവർത്തനത്തിങ്കലുള്ള ആഗ്രഹം നീയും പരിത്യജിച്ചിടുക. കാരണപൂരുഷാനിജ്ഞയാ സത്വരം നീ രാജധാനിക്ക് പോകമടിയാതെ. മന്ത്രികളോടും ജനനീജനത്തോടും അന്തമില്ലാതെ പടയോടും ഇപ്പോഴേ ചെന്നയോധ്യാപുരി മുക്തു വസിക്ക നീ.
വന്നീടും അഗ്രജൻ ദാനവനുജനും ദേവിയും 7 സംവത്സരാവധോ രാവണൻ തന്നെ വധിച്ചു സപുത്രകം. യുദ്ധം ഗുരുക്തികൾ കേട്ടു ഭരതനും ചിത്തേ വളർന്നു ഒരു വിസ്മയം കൈക്കൊണ്ടു. ഭദ്യാരഹോത്തമ സന്നിധോ സാദരം ഗത്വാ മുഹൂർനമസ്കൃത്വാ സസോദരം പാദുകാം ദേഹി രാജേന്ദ്ര രാജ്യായതേ പാദബുദ്ധ്യാ മമ സേവിച്ചു കൊള്ളുവാൻ യാവത്തവാത്മൻ ദേവാ ദേവദേവാമേ താവദേവാനാഭരതം ഭജിച്ചീടുവൻ. ഇതം ഭരതോക്തി കേട്ടു രഘുത്തമൻ പോൽത്താരടികളിൽ ചേർത്ത മെതിയടി ഭക്തിമാനായ ഭരതന് നൽകിനാൻ. നത്വാ പരിഗ്രഹിച്ചിടിനാൻ തമ്പിയും. ഉത്തമരത്നവിഭൂഷിതപാതകാമുത്തമാംഗേ ചേർത്തു രാമനരേന്ദ്രനും ഭക്ത്യാ പ്രദക്ഷിണം കൃത്വാ നമസ്കരിച്ചുദ്ധായ വന്ദിച്ചു ചൊന്നാൻ സഗദ്ഗദാ മന്നോക്തപൂർണേ പ്രഥമദിനേ ഭവാൻ വന്നതില്ലെന്നു വന്നീടുകിൽ പിന്നെ ഞാൻ അന്യ ദിവസമുഷസി ജ്വലിപ്പിച്ചു അഗ്നിയിൽ ചാടി മരിക്കുന്നതുണ്ടല്ലോ എന്നതു കേട്ടു രഘുപതിയും നിജ കണ്ണുനീരും തുടച്ചൻപോട് ചൊല്ലിനാൻ. അങ്ങനെ തന്നെ ഒരന്തരമില്ലതിനങ്ങു ഞാനെന്നു തന്നെ വരും നിർണയം എന്നരുൾ ചെയ്തു വിടയും കൊടുത്തതി ധന്യൻ ഭരതൻ നമസ്കരിച്ചിടിനാൻ. പിന്നെ പ്രദക്ഷിണവും ചെയ്തു വന്ദിച്ചു മന്ദേതരം പുറപ്പെട്ടു ഭരതനും മാതൃജനങ്ങളും മന്ത്രിവരന്മാരും ഭ്രാതാവും ആചാര്യനും മഹാസേനയും ശ്രീരാമദേവനെ ചേതസി ചേർത്തുകൊണ്ടാരൂഢമോദേന കൊണ്ടുപോയിടിനാൻ. ശിങ്കിവേരാധിപനായ ഗുഹനെയും മംഗലാവാച പറഞ്ഞയിച്ചിടിനാൻ. മുമ്പിൽ നടന്നു ഗുഹൻ വഴി കാട്ടുവാൻ പിമ്പേ വരും പടയും നടകൊണ്ടിതു. കൈകേയിദാനം സൂതാനുവാദം കൊണ്ട് ശോകമകന്നു നടന്നു മകനുമായി ഗംഗ കടന്നു ഗുഹനോ ആദേന നാലങ്കപ്പടയോട് കുമാരന്മാർ ചെന്നയോധ്യാപുരി ബുക്കു രഘുവരൻ തന്നെയും ചിന്തിച്ചനുദിനം ഭക്ത്യാ വിശുദ്ധ ബുദ്ധ്യാ പുരവാസികൾ നിത്യസുഖേന വസിച്ചിതെല്ലാവരും. താപസവേഷം ധരിച്ചു ഭരതനും താവേന ശത്രുഘ്നനും മൃതത്തോടുടൻ ചെന്നു നന്ദിഗ്രാമൻപോട് ബുക്കിതു വന്നിതാനന്ദം ജഗദ്വാസികൾക്കെല്ലാം. പാതുകാം വെച്ചു സിംഹാസനീ രാഘവപാദങ്ങളെന്ന് സങ്കൽപ്പിച്ചു സാദരം ഗന്ധപുഷ്പാദ്യങ്ങൾ കൊണ്ടു പൂജിച്ചു കൊണ്ടന്തികേ സേവിച്ചു നിന്നാരിരുവരും. നാനാമുനി ജനസേവിതനായ ഒരു മാനവവീരൻ മനോഹരൻ രാഘവൻ ജാനകിയോടും അനുജനോടും മുതാ മാനസാനന്ദം കലർന്നു ചിലദിനം ചിത്രകൂടാചലേ വാണോരനന്തരം ചിത്തേ നിരൂപിച്ചു കണ്ടു രഘുവരൻ മിത്രവർഗങ്ങൾ അയോധ്യയിൽ നിന്ന് വന്നെത്തു ഇവിടെ ഇരുന്നാലിനിയുടൻ സത്വരം ദണ്ഡകാരണ്യത്തിനായിക്കൊണ്ടും ബദ്ധമോദം ഗമിച്ചിടുക വേണ്ടതും. ഇത്തം വിചാര്യ ധരിത്രി സുതയും അത്യുത്തമനായ സൗമിത്രിയോത്തത്താചിത്രകൂടാചലം രാഘവൻ സത്യസന്ധൻ നടകൊണ്ടേൻ വനാന്തരേ. അദ്രിതന്നാശ്രമം പൊക്കു മുനീന്ദ്രനെ ഭക്ത്യാ നമസ്കരിച്ചു രഘുനാഥനും. രാമോഹമദ്യധന്യോസ്മി മഹാമുനി ശ്രീമൽപദം തവ കാണായ കാരണം സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ വരൻ മോക്ഷതനെന്നതറിഞ്ഞു മുനീന്ദ്രനും പൂജിച്ചിതാഖ്യാപ്രാദ്യാദികൾ കൊണ്ടുതം
രാജീവലോചനം ഭാതൃഭാര്യാന്വിതം ചൊല്ലിനാൻ ഭൂപാലനന്ദനന്മാരോട് ചൊല്ലിടും എന്നോട് ഭക്തിയോണ്ടത്രേ. എത്രയും വൃദ്ധ തപസ്യേ ഇനിമാരിൽ വെച്ചുത്തമയായ ധർമ്മജ്ഞാതബോധന പർണശാലാന്തർഗുഹേ വസിക്കുന്നിതു ചെന്നു കണ്ടാലും ജനക നൃപാത്മജേ എന്നത് കേട്ടു. രാമാജ്ഞയാ ജാനകി ചന്ദനസൂയാവതങ്ങൾ വണങ്ങിനാൾ. വത്സേ വരികരികേ ജനകാത്മജേ സത്സംഗമം ജന്മസാകല്യമോൾക്ക് നീ വത്സേ പിടിച്ചു ചേർത്താലിംഗനവും ചെയ്തു. തൽ സ്വഭാവം തെളിഞ്ഞു മുനിപത്നിയും വിശ്വകർമാവിനാൽ നിർമ്മിതമായ ഒരു വിശ്വമോഹനമായ ദുകുലവും കുണ്ടലവും അങ്കരാഗവും എന്നിവ മണ്ഡനാഥമനസൂയ നൽകിയിടിനാൾ. നന്നു പാതിവൃത്യമാശ്രിത്യ രാഘവൻ തന്നോട് കൂടെ നീ പോകുന്നതും ഉത്തമം. കാന്തി നിനക്ക് കുറയായൊരിക്കലും ശാന്തനാകും തവവല്ലഭൻ തന്നോട് ചെന്നു മഹാരാജധാനിയകം വെക്കു നന്നായി സുഖിച്ചു സുചിരം വസിക്ക നീ. ഇതമനുഗ്രഹവും കൊടുത്താതരാൽ ഭർത്തൃരഗ്രേ ഗമിക്കുന്നയച്ചീടിനാൻ മുഷ്ടമായി മൂവരെയും ഭുജിപ്പത സൃഷ്ടി കലർന്നു തപോധരണദ്രിയും ശ്രീരാമനോടരുൾ ചെയ്തു. ഭവാനഹോ നാരായണനായതെന്തറിഞ്ഞീനകം നിൻമഹാമായ ജഗത്രയവാസിനാം സമ്മോഹകാരിണിയായതു നിർണയം. ഇതരമത്രീ മുനീന്ദ്രവാക്യം കേട്ടു തത്ര തത്രോ വസിച്ചു രഘുനാഥനും ദേവനുമാദേവിയോടരുളി ചെയ്തി ദേവമെന്നാൾ കിളിപ്പൈതലക്കാലമേ. ഇത്യധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ അയോധ്യാകാണ്ഡം സമാപ്തം. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഖൈന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതിർ സ്വഭാവ കരോമയത്തിൽ സകലം പരസ്മൈ നാരായണായി സമർപ്പയാമി. സർവം നാരായണായി സമർപ്പയാമി. ഇന്ന് ഉമാമഹേശ്വര സംവാദത്തോടെ അയോധ്യാകാണ്ഡം സമാപിച്ചിരിക്കുകയാണ്. നാളെ പുതിയ അധ്യായം തുടങ്ങുകയാണ്. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഹരി ഓം.